മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിമിഷങ്ങളിൽ ഏറ്റവും പുതിയ ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നു. LDF യോഗം അല്പസമയത്തിനുള്ളിൽ ചേരും. ഇതിൻ്റെ വിശദാംശങ്ങളുമായി മിനീഷ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മിനീഷ്, UDF പാളയത്തിൽ നിന്ന് തന്നെ ഇന്നലെ LDFിൻ്റെ പ്രതിഷേധങ്ങളുണ്ടായി. സജീവമായി LDF ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയി. ഇന്ന് UDF പാളയം പോലും മാണിയുടെ രാജി ആവശ്യപ്പെടുന്ന അസന്നിഗ്ധമായ ഘട്ടത്തിലാണ് ഇന്ന് LDF യോഗം ചേരുന്നത്. മാണിക്കെതിരായ പ്രതിഷേധങ്ങളാകുമോ പ്രധാനമായും അജണ്ട? ഇത് മുൻകൂട്ടി തീരുമാനിച്ച LDF ആണ് ഇന്ന് ചേരുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള LDFിൻ്റെ അസൂയാവഹമായ വിജയം, ഇനി തുടർന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു LDF ആണ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. അത് പ്രകാരമാണെന്ന് LDF ചേരുന്നത്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടിയന്തിരമായി തന്നെ LDF നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടപെടേണ്ട രീതികളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടതുള്ളൊരു സാഹചര്യം കൂടി സംജാതമായിരിക്കുന്നു. അത് KM മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ടാണ്. KM മാണി ഒന്നുകിൽ സ്വമേധയമായി രാജിവെക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് KM മാണിയെ രാജിവയ്പ്പിക്കുക. ഈ രണ്ട് ആവശ്യങ്ങളിന്മേൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ LDF ശക്തമായ സമരപരിപാടികളിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതകൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൂടി വളരെ അതീവമായ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യാനും ഗൗരവമായി ചർച്ച ചെയ്യാനും വേണ്ടിയാണ് LDF ഇന്നിവിടെ ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അടക്കമുള്ള LDFിൻ്റെ സമുന്നതരായ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭാവി പരിപാടികൾ ഏതൊക്കെ തരത്തിലായിരിക്കണം? ഒരുപക്ഷെ എത്രയും വേഗം തന്നെ KM മാണി ഈ രാജി മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു പോകുക എന്നുള്ളൊരാവശ്യമായിരിക്കും LDFിൽ ഉയരുക. അതിനുവേണ്ടുന്നുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നതാണ് പ്രധാനമായി LDFിലെ അജണ്ട. രാവിലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു, KM മാണിയുടെ രാജി അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭത്തെ ജനകീയ മുന്നേറ്റത്തെ നയിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. നിലവിൽ തന്നെ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ LDF ശക്തമായ സമരപാതയിലാണ്. അതിൻ്റെ ഒരു സ്വഭാവം ഏത് തരത്തിൽ മാറ്റണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടിയാണ് അതീവ പ്രാധാന്യത്തോടുകൂടി ഇന്ന് LDF ചേരുന്നത്. അല്പം മുമ്പാണ് LDF ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ 1 മണിക്കൂറോളം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടാവും. ഏതു തരത്തിലാണ് നാളെ എടുക്കേണ്ട ഒരു തീരുമാനം എങ്ങനെയാണ്? രാവിലെ തന്നെ നമുക്ക് മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വൻ പ്രക്ഷോഭം CPIMൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കളടക്കമുള്ളവർ സത്യാഗ്രഹത്തിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു തീരുമാനം ഒരല്പ നിമിഷം അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്നൊരു സൂചന. അതായത് മിനീഷ്, സൂചനകൾ തീർച്ചയായും, അതായത് VS അച്യുതാനന്ദൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുന്നതിലേക്കാണ് തങ്ങൾ നീങ്ങാൻ പോകുന്നതെന്ന്. DYFI ഇതാ പറയുന്നു, മാണിയെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കത്തില്ല എന്ന്. ഇത്തരത്തിൽ സമഗ്രമായ ഒരു സമര പരിപാടികളുമായി മുമ്പോട്ട് പോകാനായി പോകുന്നു. ഒരുപക്ഷെ മാണിക്ക് സമയം നൽകുക എന്നതടക്കമുള്ള ഇളവുകളിലേക്ക് UDF കേന്ദ്രം സമ്മർദ്ദങ്ങളുടെ രാഷ്ട്രീയത്തിൽ രൂപം കൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രക്ഷോഭം ഒരുപക്ഷെ നിർണായകമാവുക. ഈ ഘട്ടത്തിലാണ് LDFിൻ്റെ യോഗം എന്നത്. സമഗ്രമായ സമരപരിപാടികൾ എന്തൊക്കെയാണ് അറിയാനാകുന്നത്? അജിംഷാദ്, കേരളം കണ്ട ഏറ്റവും വലിയൊരു കുംഭകോണത്തിൻ്റെ അഴിമതിയുടെ നടുവിലാണെന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിൽ നിന്നും, അതായത് KM മാണിയുടെ ഒരു അഴിമതി വീരനായ മന്ത്രി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണവുമായി ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അടിയന്തരമായി തന്നെ KM മാണി തൻ്റെ സ്ഥാനത്ത് നിന്നും ഒഴിയണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ LDF ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യം കൂടി നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പോലും രൂക്ഷമായ വിമർശനം ഉയർന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന സമരങ്ങളിൽ നിന്നൊന്നൊക്കെ വ്യത്യസ്തമായൊരു ജനകീയ മുന്നേറ്റം തന്നെ, അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നിയമസഭ തന്നെ കണ്ട ഏറ്റവും വലിയൊരു പ്രക്ഷോഭത്തിനാണ് LDF ഇതിനു മുമ്പ് തന്നെ നേതൃത്വം നൽകിയത്. നമുക്കറിയാം, ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ടും ബഡ്ജറ്റ് ദിവസം നടക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചും ആ വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ നിരവധി ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അതിനുശേഷം നടക്കുന്ന ഒരുപക്ഷെ LDFിൻ്റെ ശക്തമായ ഒരു മുന്നേറ്റത്തിനായിരിക്കും വരും നാളുകൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.
അതിൻ്റെ നിർണായകമായ ആ സമരമുറയുടെ ആ മാർഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം ഏത് തരത്തിൽ മാറ്റി ഏത് ദിശയിലേക്ക് നയിക്കണം എന്ന് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ തീരുമാനങ്ങൾ ഓരോ ഘടകകക്ഷിയും ഉന്നയിക്കും. ആ ഉന്നയിക്കുന്ന ഓരോ തീരുമാനത്തിനനുസരിച്ചായിരിക്കും നാളെ മുതൽ നടക്കുന്ന പ്രക്ഷോഭം. ഇന്ന് തന്നെ മാണിയുടെ രാജി ആവശ്യപ്പെട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ പ്രത്യേകമായൊരു സൂചന നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെടാത്തത്? ഇത് വലിയൊരു ദുരൂഹത ഇതിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ്. തീർച്ചയായും മിനീഷ്, മാണിയുടെ രാജി അനിവാര്യമായ ഘട്ടത്തിൽ LDFന്റെ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. ഇതിന്റെ വിവരങ്ങളാണ് മിനീഷ് കുമാർ നൽകിയത്. മാണി രാജിവെച്ചേ മതിയാവൂ എന്ന് UDF പാളയം തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ മാണിക്ക് ഇളവ് നൽകുന്ന സാഹചര്യം കൂടിയാണ് ലഭിക്കുന്നത്. ഒരു ദിവസത്തെ ഇളവ് എന്നതാണ് മാണിക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന കാര്യം. ഒപ്പം LDFന്റെ യോഗം ഇതുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾ ആസൂത്രണം ചെയ്ത് യോഗവും പുരോഗമിക്കുന്നു.